ആ അതെ, എന്താണ് വിഷയം? ആരാണ്? മൃണാളെ. ആ മൃണാള്. ഞാൻ ആദ്യമായിട്ടോ അവന്റെ വീഡിയോ കണ്ട്. ഈ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കാണാറില്ല. എന്താ പറഞ്ഞില്ല, എനിക്ക് ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ബ്ലോഗേഴ്സിനോട് താല്പര്യമില്ല. എനിക്ക് ഫുഡിനോട് താല്പര്യമൊന്നുമില്ല, പക്ഷേ ഞാൻ അവന്റെ വീഡിയോ അങ്ങനെ കാണാറില്ല. ഞാനിപ്പോൾ അറിഞ്ഞു ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നും അവൻ എന്താ ഹോട്ടൽ തുടങ്ങിയെന്നോ. അത് ഞാനിപ്പോൾ അറിഞ്ഞത്, എനിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അപ്പോഴാണ് ഇപ്പൊ ഈ എന്തോ ഇത് വന്നപ്പോഴാണ് എന്തോ ഇഷ്യൂ ഉണ്ടായില്ല. ഇപ്പൊ എന്താ മറ്റേ അവിടെ ഈച്ച വന്നോ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നത്. ഭയങ്കര പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം എന്നൊക്കെ പറയും, പക്ഷേ മുടിഞ്ഞ റേറ്റ് ആണെന്നൊക്കെ പറയാം. അല്ല, അതിനകത്ത് വേറെ രസമുണ്ട്. ഇയാൾക്ക് പാർക്കിംഗ് ഇല്ല അവിടെ. അതാണ് ഞാൻ കണ്ടത് സാധനം. അതായത് പുള്ളിക്ക് പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അവിടോട്ട് കാറിലാരും വന്ന് പാർക്ക് ചെയ്യരുത് എന്നാ പുള്ളി പറയണം. അപ്പൊ പാവപ്പെട്ടവർ വന്നാൽ ബൈക്കിൽ വരുന്നവർ വന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബൈക്ക് വരുന്നവർക്ക് പാവപ്പെട്ടവരാണ്. അപ്പൊ 4 പേര് ബൈക്കിൽ വരണമെങ്കിലോ അപ്പൊ 2 ബൈക്കിൽ വരണം. മനസ്സിലായോ? കുറെ ബൈക്ക് വരുമല്ലോ. ബൈക്കുകൾ കുറെ വരും. പക്ഷെ അയാളുടെ സീറ്റിംഗ് കപ്പാസിറ്റി എത്ര ഹോട്ടലില് അതറിയില്ല. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇയാളുടെ ബൈക്ക് മറ്റേ ഷോപ്പിലോട്ട് കുറെ പേർക്ക് പോകണമെങ്കിലേ, ഹോട്ടലിലോട്ട് കുറെ പേര് പോകണമെങ്കിൽ മറ്റേ ഈ ഇതൊക്കെ നടക്കില്ല, നമ്മുടെ ഈ എന്താണ് റിപ്പബ്ലിക് ഡേക്കൊക്കെ ഈ പട്ടാളക്കാർ ഇങ്ങനെ പെർഫോം ചെയ്യാനുണ്ടോ ബൈക്കിൽ? ഒരു 15 പേരൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു നിന്ന് തൂങ്ങിക്കിടന്നൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുമല്ലോ, ഒരു സ്കിൽസ് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ചെല്ലണമായിരിക്കും പുള്ളിയുടെ കടയിലോട്ടെ കഴിക്കണമെങ്കിൽ 15 പേര് ഒരു ബൈക്കിലൊക്കെ തൂങ്ങി ആടിയൊക്കെ ചെല്ലേണ്ട വരുമായിരിക്കും. അങ്ങനെ വല്ലതും പോകാൻ നോക്കി പോകുമ്പോഴേ ഈച്ച ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈച്ചയില്ല, ഈച്ച ആദ്യം ഉണ്ടെന്ന് പറയുന്നു. ഈച്ച് ആൻഡ് എവരിബഡി, എവരിവൺ. എടോ ഞാൻ ചോദിക്കുന്നതല്ലേ, ഈ ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ എന്തോ സംഭവം? ഏതൊക്കെയോ ഹോട്ടലിൽ കയറി നക്കാപ്പിച്ച മേടിച്ചിട്ട് ഹോട്ടലിൽ കൊള്ളാന്ന് പറയുന്ന മൈരന്മാരല്ലേ മേടി? അതുകൊണ്ട് അല്ലാതെ കണ്ടതെല്ലാം നക്കി തിന്നുക, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മേടിച്ചിട്ട് സൂപ്പറാന്ന് പറയുക, അതല്ലേ പരിപാടി? അല്ല വേറെന്ത്? ഫുഡിനെ പറ്റി ഇവനൊക്കെ എന്താ അറിയാവുന്നത്? എന്താ ഇവര് ഫുഡിനെ പറ്റി പറഞ്ഞത്? ടേസ്റ്റിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? ഇവരാണെങ്കിലും ഷെഫാണോ? ഇയാളെന്തോ ഷെഫാണോ? എവിടെ ചെന്നാലും ഈ പറഞ്ഞത് നല്ല പറയുന്നൊക്കെ കാശ് കൊടുത്താൽ നല്ല പറയുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാലോ. എനിക്ക് ആശം ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയിൽ ലോകത്തിനകത്ത് ഫുഡില്ലാന്നൊക്കെ പറഞ്ഞുതരാം. ഇതാ ഇവരുടെ പരിപാടി. നല്ല ആശം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറത്ത് വലിയ പരസ്യം ചെയ്യുന്ന പോലെ പരിപാടി. അത് തന്നെ, അതിനാണ് ഫുഡ് ബ്ലോഗ് നല്ലത്. ഫുഡിനെ പറ്റിയാണ് വ്ലോഗ് ചെയ്യുന്നതെങ്കിൽ ഹോട്ടലിന്റെ പേര് പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഹോട്ടലിന്റെ പേര് അറിയിക്കണം, ശരിയാണ്. പക്ഷെ അവിടെ ഇന്ന ഫുഡാണ്, അതിന് ഇങ്ങനെയാണ്, അത് ഇത്രത്തോളം മറ്റതാണ് മറിച്ചാണ്, ഇതിനകത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ തോന്നുന്നു, ഏതൊക്കെ ഉണ്ട് ഇതിനെ പറ്റി. ഇപ്പൊ പെർഫ്യൂമിന് മണത്ത് നോക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? ചില ഭക്ഷണം ചെയ്യുമ്പോൾ കമ്പിയാവും. കമ്പിയാവുന്ന ഭക്ഷണം കുറെ ഉണ്ട്. പ്രത്യേകിച്ച് ഏത്തക്ക ഒഴുകിയത് ഏത്തക്ക പോലെ മുരിങ്ങക്കോല് കഴിച്ച കഴപ്പ് കൂടുന്നതാണ്. കഴപ്പ് അങ്ങനൊന്നുമല്ല. അങ്ങനെയാ? ആണോ? ഏത്തക്ക ഒഴുകിട്ട് കമ്പിയാവും, കാരണം ഏത്തക്ക പോലെ ആവും. പുഴുങ്ങി ഏത്തക്ക പോലെ ഇരിക്കും. പച്ച ഏത്തക്ക എന്നിട്ട് കാര്യമില്ല. അങ്ങനെ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഫുഡ് ബ്ലോഗ് എന്ന് പരിപാടി കാണാത്തതുകൊണ്ട് ഇമാരെല്ലാം കയറി ചെന്ന് ഓരോ സ്ഥലത്ത് ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്ത് അവരെ ബ്ലോഗ് ചെയ്യുന്നവന്മാരുണ്ട്. എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് ചിലർക്ക് തിന്നാൻ കൊടുത്താൽ മതി, ഉടനെ പിന്നെ നല്ലതാണെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്താലേ അങ്ങനെ തുടങ്ങുന്നത് ഇവർ ഈ പരിപാടി. സൂപ്പർ ഹോട്ടലാണ്, അടിപൊളി ഫുഡാണ്, എല്ലാവരും ഇവിടെ കഴിക്കാനും പറയും. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഫുഡ് ബ്ലോഗ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചണിൽ കയറും, എന്നിട്ട് സകല സാധനം ചെക്ക് ചെയ്യണം, എക്സ്പയർ ആയ സാധനം ഉണ്ടോ നോക്കണം, അതിന്റെ ക്ലെൻലിനെസ് പറയണം, പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ റെഫ്രിജറേഷൻ, അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ബാക്കി ഈ ഇതിന്റെ ക്വാളിറ്റി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ സർവീസ്, ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ ആംബിയൻസ്, ഫുഡിന്റെ ക്വാളിറ്റി, ടേസ്റ്റ്, സർവീസ്, ഈ 3 കാര്യം പറഞ്ഞാൽ പോലെ. മറ്റേ വേസ്റ്റ് ഡിസ്പോസലിലൂടെ കൂട്ടണം, കാരണം തെണ്ടിത്തരം കാണിക്കാൻ പാടില്ല. അതാണ് ഫുഡ് അല്ലെ ഹോട്ടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വ്ലോഗ് വരണമുണ്ട്. അല്ലാതെ ഇത് അവിടെ കയറിയിട്ട് സൂപ്പർ ഫുഡാണ് കുറെ വാരി വലിച്ച് തിന്നുക, അങ്ങനെ ഇവിടെ വന്നാൽ ഇവിടെ തൊലിച്ച് വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പോരാ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവും. പല ഹോട്ടലുകളും അവരുടെ കിച്ചണുകൾ വൃത്തിയാക്കും. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന എണ്ണ, ഇവർ ഉപയോഗിക്കുന്ന പൊടികൾ, ഇപ്പൊ ചായ, തേയിലയുടെ ആണെങ്കിൽ തന്നെ പലതരം തേയിലയുണ്ട്. തേയിലയായിട്ട് ബന്ധമില്ലാത്ത തേയിലപ്പൊടി വരെ പറഞ്ഞു അതൊക്കെ ഉപയോഗിക്കുന്ന കടകളുണ്ട്. കളർ അടിച്ചു വിടുക. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കണോളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. അല്ല ഇത് തീട്ടപ്പരിപാടി എന്ന് പറയണ്ട, പ്രൊമോഷൻ അങ്ങനെ പറഞ്ഞു. ഫുഡ് ബ്ലോഗ് നല്ല ഹോട്ടൽ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്. അതാണ് അങ്ങനെ പറഞ്ഞാൽ ഇമാര് മറ്റേതാകത്തില്ലല്ലോ, ഇവർ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഇതെന്നൊക്കെ സാധാരണക്കാരനെ പോലെ തോന്നുള്ളൂ. അയാളൊരു ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് സൂപ്പർ ഹോട്ടലാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 2 ഹോട്ടലിൽ പറഞ്ഞത്, ഒന്ന് ചേച്ചിമാരുടെ കട, ഒന്ന് താടിക്കാരൻ്റെ കട. അങ്കമാലി താടിക്കാരൻ ചേച്ചിമാരുടെ കടയും വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം വലിയ സെറ്റപ്പ് ചേച്ചിമാരുടെ കടയും പാലയോടത്ത് അവിടെ തന്നെ ചേച്ചിമാരുടെ കടയും ഇതൊക്കെ നീറ്റ് ക്ലീൻ. നിങ്ങൾ ചേച്ചിമാരുടെ കടയിൽ പോയി കഴിച്ചു. അതുപോലെ അങ്കമാലി നമ്മുടെ താടിക്കാരൻ്റെ കടയിൽ പോയി മാങ്ങക്കറിയും പോർക്കും കൂർക്കയും ബീഫും ഒക്കെ അടിച്ച് നോക്കി നല്ല സൂപ്പറായി. ഇന്നും പോയിട്ടുണ്ടോ? ഇന്നലെയാണ് പോയത്. ഇന്നലെ ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നുള്ളത് മാതം. ഈ 3 സ്ഥലത്ത് ഞാൻ എറണാകുളത്തുനിന്നുള്ളതാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കര പോഷ് അല്ലാത്ത ഒരു ഡീസൻറ്റ് സെറ്റപ്പ്. ചേച്ചിമാരോട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി ഫീലാണ്. എന്ത് നീറ്റാണെന്നറിയോ ചേച്ചിമാരായതുകൊണ്ടാണ്. മാത്രമല്ല ഈ അങ്കമാലിയിൽ നമ്മുടെ അണ്ണൻ്റെ നല്ല താടിക്കാരനും പൊളിയാണ്. അങ്ങനല്ല ചുമ്മാ കയറി കണ്ടിട്ടെല്ലാം കയറി തിന്നിട്ട് ഇവിടെ ഒന്നും അവരാരും നമ്മോട് പറയാറുമില്ല. ആരും ആവശ്യപ്പെട്ടാലും ഞാനങ്ങനെ ചെയ്യത്തില്ല. പ്രൊമോഷൻ പോലെ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല.
പിന്നെ കഴിഞ്ഞ ദിവസം ഇലയെന്ന് പറഞ്ഞുകൊണ്ട് എടപ്പള്ളിയിൽ ഒരു കടയിൽ കയറി, അതും നല്ലതാണ്. അതെന്നോട് ചോദിച്ചു താൻ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ചെയ്യത്തില്ല, കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ ചിലർക്ക് കലിപ്പടിച്ചിട്ട് കൊണ്ട് റിവ്യൂ ഒക്കെ അടിച്ച് തെറ്റിക്കും. അതുകൊണ്ട് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് താല്പര്യമുള്ള ഫുഡ് കഴിച്ചാൽ നല്ലതെന്ന് പറയുന്നത് വല്ലവനും കയറി വല്ല അലമ്പുണ്ടാക്കിയാൽ എൻ്റെ കുഴപ്പമൊന്നും അങ്ങനെ ആൾക്കാർ ചെയ്യത്തുമില്ല. അത് വേറെ സിനിമാർക്ക് അറിയാം പ്രൊമോഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി പിടിക്കാത്തത്. അല്ലാതെ ഈ നാട് നീളം നടന്നുള്ള ഹോട്ടലിൽ നിന്നെല്ലാം തിന്നുക, എന്നിട്ട് കണ്ട ഹോട്ടലിലെല്ലാം ഞാനൊരു സൂപ്പറാന്ന് പറയുക. എന്തോ ഇത് സൂപ്പർ എല്ലാം ഞാൻ ഈ പറഞ്ഞ തന്നെ. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിന് ക്വാളിറ്റി കുറച്ച് നല്ലതാണെന്ന് തോന്നി. അതിനൊരു ക്വാളിറ്റി ഉണ്ടോ. നമ്മൾ ഈ പറഞ്ഞ 2-3 സ്ഥലങ്ങൾ ശ്രദ്ധിച്ചറിയാം. വലിയ സെറ്റപ്പ് ഒന്നും അല്ലായിരിക്കും, പക്ഷേ ആ സെറ്റപ്പിന് അപ്പുറത്തൊരു ക്വാളിറ്റി അവിടെ ഉണ്ട്. അതിന് ആ ഒരു കറിക്കൊക്കെ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. കളറും ഇൻഗ്രീഡിയൻസ് മറ്റേ ഇതൊക്കെ ഇല്ലേ, എൻഹാൻസ്മെൻറ്റ്സ് ഒക്കെ കുറവാണ്. നൈസ് ഒരു ടേസ്റ്റ്, വലിയ സംഭവമൊന്നുമല്ല. അങ്ങേ അപ്പുറത്ത് മറിച്ചതാ ഇവിടെ നിന്ന് തിന്നു കഴിഞ്ഞാൽ തീട്ടം പൂത്തിരി കത്തുന്ന പോലെ കത്തും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. വെടിക്കെട്ട് പ്രകടനം കക്കൂസിൽ കാഴ്ച വെക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന സാധനങ്ങൾ തിന്നും. അത് രാവിലെ മുക്കാതെ ഞരങ്ങാതെ മൂളാതെ കണ്ടികൾ തുരുതുരാട്ട് എറിക്കുന്ന ഫുഡാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കൊള്ളണം. അങ്ങേടൊന്ന് തൂറാൻ പറ്റുന്നുണ്ടോ തിന്നു കഴിഞ്ഞാൽ? ചിലതൊക്കെ തിന്നു കഴിഞ്ഞാൽ തൂറുമ്പോൾ അവസ്ഥയാണ്. ഒരുമാതിരി തീട്ടം, അതല്ല തീട്ടം, നല്ലപോലെ തീട്ടം തിന്ന് നല്ല രീതിയിൽ പറയണം. ശരിക്കും പറയണം അങ്ങനെ തൂറിക്കഴിഞ്ഞാൽ പറയാം തീട്ടമാണ് അതിൻ്റെ എൻഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വയറിന് എങ്ങനെ ഉണ്ട് മനസ്സിലായി? വയറിന് കഴിച്ചിട്ട് സുഖമുണ്ടോ? ചിലതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരുമാതിരി ഗ്യാസ് വരുന്നു, തികട്ടുന്നു. പിന്നെന്തോ ചിലതൊക്കെ ഫുഡ് പഴയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹലാലാണ് പേടിക്കേണ്ടത്. ഫുഡ് പോയിസൺ അടിച്ച് ആവുന്നു. ഹലാൽ മിക്കതും അവസ്ഥയാണ്. മറ്റേ വീഡിയോയിലായിപ്പോയല്ലോ, ഹലാലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഫുഡ് പോയിസൺ അടിച്ച് ചാവുന്നേ ഉള്ളൂ. തേച്ചല്ലേ എണ്ണ. അയ്യോ, ഇവിടുത്തെ ഹലാൽ ഹോട്ടലുകൾ മിക്കത് ഫുഡ് പോയിസൺ അടിച്ച് ആൾക്കാർ ചത്ത് കഴിയുമ്പോൾ അറിയുന്നത് ഹലാൽ സൂപ്പറാണ്. എന്തൊക്കെ എഴുതി വെക്കുന്നത്? ഹലാലാണ് പേടിക്കേണ്ടത്. നമ്മൾ ചെന്ന് കയറി കൊടുത്തവർക്കെല്ലാം കിട്ടി നല്ലപോലെ. ആള് തട്ടിപ്പോയി. അപ്പോഴാണ് ഹലാൽ. അതിലൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് നല്ല ഫുഡ് വേണം, നല്ല രീതിയിൽ അവിടുത്തെ ഒരു ആംബിയൻസ് നല്ലതായിരിക്കണം, സർവീസ് നല്ലതായിരിക്കണം, ഞാൻ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ടേസ്റ്റ് അത്യാവശ്യം വേണം. ടേസ്റ്റിന് മാത്രം ഊന്നൽ കൊടുക്കരുത്. ടേസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിയടിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വളിച്ചതും കുളിച്ചതും കിട്ടാത്ത സ്ഥലം നോക്കാം. അതൊക്കെ അന്തസ്സുള്ളവർ അങ്ങനെ കച്ചവടം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അന്തസ്സുള്ള ആൾക്കാരെ പറഞ്ഞുതരാം. ഇനിയും വേണേൽ വേറെ വല്ല സ്ഥലങ്ങൾ കണ്ട് അറിയിക്കാം. അല്ലാതെ ഈ തീട്ടപ്പണിക്കൊന്നും നമുക്ക് പറ്റത്തില്ല. കണ്ടവരൊക്കെ ഹോട്ടലിൽ കയറി തിന്നിട്ട് സൂപ്പറാന്ന് ഇവിടെ തന്നെ തിന്നാൻ മതി എല്ലാവരുടെ ചെല്ലുമ്പോൾ. അയ്യോ, ചിലരൊക്കെ നമ്മളെ കൊണ്ട് പോയിട്ടുണ്ടോ ഏതോ തെണ്ടികൾ പറഞ്ഞു ചെന്ന് കഴിയുമ്പോൾ എന്തോ ഒരു പഴവും ഇല്ല, ചുമ്മാ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുമോ. അപ്പം ശരിയാണ്.